ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാഗിനെ പറ്റിയുള്ള ഡീറ്റെയിലുമായിട്ടാണ്. അപ്പോൾ ബാഗ് പഠിക്കണം എന്ന് പറഞ്ഞ് ധാരാളം പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പാതിരാത്രി എന്ന് വരെ പോലും ഇല്ലാതാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് വരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പഠിക്കണം താല്പര്യമുള്ള കുറേ പേര് ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഞാനിവിടെ സാധനങ്ങളെല്ലാം UK USA പോലുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ഞാൻ അവർക്കെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ 15-ാം തീയതി വരെ എനിക്ക് അഡ്മിഷൻ തരാൻ പറ്റുള്ളൂ. അതിനകത്ത് കാശ് ഇടുന്നവർക്ക് മാത്രമേ എനിക്ക് സാധനങ്ങൾ അയച്ച് നിങ്ങൾ എത്തിച്ചിട്ട് പിന്നെ ജൂലൈ 1 എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ജൂൺ 15 വരെയുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. മാക്സിമം കുറേ പേര് എത്തിയിട്ടുണ്ട്. അവർക്ക് ഓൺലൈനായിട്ട് ക്ലാസ് തരാൻ വേണ്ടി. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓഫ്ലൈൻ ആയാലും ശരി നമ്മൾ സമാധാനത്തോട് പഠിക്കണം. അതായത് ഈ ഒരു തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഈ അടുത്ത തിങ്കളാഴ്ച അങ്ങനെ ഒരു 3-4 ആഴ്ച കാലമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു 3 സ്റ്റേജാണ് വരുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാഗിൻ്റെ ഒരു ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരാഴ്ച കാലം തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് ജോലികളൊക്കെ വീടിനകത്ത് കാണുമല്ലോ, അതും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ കഴുത്ത്, ഈ നടു, ഇതിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനോടാണ് ഞാൻ ഈ ഒരാഴ്ച കാലം നിങ്ങൾക്ക് തരുന്നത്. അതിനുശേഷം നിങ്ങൾ ഇത് ഷീറ്റാക്കിയാൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ച നമ്മൾ തുടങ്ങിയാൽ അടുത്ത തിങ്കളാഴ്ച നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കയറും. അപ്പോൾ ആ സ്റ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡാണ് വരുന്നത്. ഇങ്ങനത്തെ സൈഡ് വരും. അപ്പോൾ ഇതെല്ലാം സമയമെടുത്താണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റേജാണ് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ ഇതിനൊരു കവറിങ് വരണമല്ലോ. പിന്നെ ഇതിൻ്റെ ഈ സംഭവങ്ങളെല്ലാം ഇടണം, ഈ ചെയിനുകളെല്ലാം ഇടണം. അങ്ങനെയാണ് വരുന്നത്. 3 സ്റ്റേജിലാണ് ഇതുകൊണ്ട് തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർത്തിരിക്കണം. അപ്പോൾ എങ്കിലും എനിക്ക് ഓൺലൈനിൽ വന്ന് അടുത്തടുത്ത ക്ലാസ്സുകൾ തരാൻ പറ്റുള്ളൂ. ചിലർ നേരത്തെ അങ്ങ് ചെയ്ത് തീർക്കും. ആര് ചെയ്ത് തീർത്താലും നമുക്ക് ഈ സ്റ്റേജിലേ നമ്മൾ പോകുള്ളൂ. പിന്നെ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ കാണും. പലർക്കും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കാണും. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു 4ാമത്തെ ആഴ്ച വരുന്നത്. അപ്പോൾ ഇത്രയാണ് സംഭവം ഉള്ളത്. പിന്നെ ഇത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഏതൊരു കോഴ്സായാലും നമ്മൾ കാശ് കൊടുത്ത് തന്നെ പഠിക്കണം. ഞാനൊക്കെ അങ്ങനെയാണ്. അതിനി എത്ര ഫീസായാലും ശരി, എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവർ ചോദിക്കുന്ന ഫീസ് കൊടുത്ത് തന്നെ പഠിക്കും. ഇത് ന്യായമായിട്ടുള്ള ഫീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ജ്വല്ലറി പഠിക്കാൻ പോയാൽ തന്നെ ഒന്നും അറിയാൻ വയ്യാത്തവർ പോലും 4000-5000 രൂപ വാങ്ങുന്നുണ്ട്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇച്ചിരി ഹാർഡ് വർക്കാണ്. ഇവിടെ പഠിച്ചവർക്കൊക്കെ അറിയാം ഇച്ചിരി ഹാർഡ് വർക്കാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത്. ഏതൊരു സംഭവമായാലും ഹാർഡ് വർക്ക് ചെയ്ത് ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്ന ഏതൊരു സംഭവവും നമുക്ക് ഫിനിഷിങ് കിട്ടും. ഈ ഫിനിഷിങ് കിട്ടാതെ വരുന്നത് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് മാത്രമാണ്. ഇതേന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന പൈസ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ അറിയാം, ഞാനിപ്പോൾ ഇതിനകത്ത് എത്ര നല്ല രൂപ ചോദിച്ചാലും ഓരോരുത്തർ പറയും ഇത്ര എന്തുവാന്ന് ചോദിക്കും. പക്ഷേ ഇതിനകത്ത് എന്തുമാത്രം ക്രിസ്റ്റൽ കയറി എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ബാഗ് എടുക്കുമ്പോൾ അതിൻ്റെ എത്ര ഐറ്റംസ് ക്രിസ്റ്റൽ കയറി എന്നുള്ളത് ആദ്യം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് എന്ന് വെച്ചിട്ട് എല്ലാവരും 500 രൂപ പിന്നെ ഒരു 500 രൂപ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്നവർ അങ്ങനെ വാങ്ങിച്ചോ. പക്ഷേ ഞാനൊക്കെ എൻ്റെ ബാഗിന് നല്ല റേറ്റ് വാങ്ങും. കാരണം അത്രയും വർക്കുണ്ട് കൂടുതൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു ബാഗ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരായാലും അതൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കും അവരാ നോക്കുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നിരതെറ്റിയും പൊങ്ങിയും താണും ഒക്കെ ഇരിക്കുന്നതെങ്കിൽ ആരും ശ്രദ്ധിക്കത്തില്ല, ആരും വില തരികയില്ല. മറ്റേ ഫിനിഷിങ്. ഞാനിപ്പോൾ ഈ ബാഗ് കൊണ്ട് ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴത്തെ ഈ ബാഗ് ഇനി പിടിച്ചു നോക്കാനൊരു മനുഷ്യരില്ല. പക്ഷേ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് ഓരോരുത്തരെയും കൊണ്ടുവന്ന് അവർ കാണിക്കുമായിരുന്നു. മനസ്സിലായി? അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. എന്നിട്ട് അവർ കയ്യിലൊക്കെ വെച്ച് നോക്കുന്നു, സ്റ്റൈലൊക്കെ നോക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് തോന്നിയത്. അവരെല്ലാവരും ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നു. റേറ്റ് പറയുമ്പോൾ ചിലർ മുങ്ങുമായിരിക്കും. പക്ഷേ വേണമെന്നുള്ളവർ, സത്യം പറഞ്ഞാൽ വേണമെന്നുള്ളവർ മാത്രം ഇത് വാങ്ങും, മുന്നോട്ട് വരും. അവരെ റേറ്റല്ല നോക്കുന്നത്. നമ്മൾ ആ ഒരു നല്ല ലുക്കിലൊക്കെ പോകുമ്പോഴത്തെ നമ്മുടെ കയ്യിൽ നല്ലൊരു ഹാൻഡ് ബാഗ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ വില അവർക്ക് അറിയാൻ തന്നേ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് ആർക്ക് വേണേലും ചെയ്യാം. ഇതിൻ്റെ മെറ്റീരിയൽസ് ഇതൊരു ക്രിസ്റ്റലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ക്രിസ്റ്റൽ വെച്ച് തന്നെ നമുക്ക് പല സൈസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഓരോ സൈസിനും ക്രിസ്റ്റലിൻ്റെ റേറ്റ് മാറും. ക്രിസ്റ്റൽ ബാഗ് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ റേറ്റുകൾ നമ്മുടെ ബാഗുകൾക്ക് മാറും. നിങ്ങൾ ആമസോണിൽ കയറി നോക്കും, ഓരോരുത്തർ ഓരോ വില ഇട്ടേക്കുന്നത്. അത് നമ്മുടെ മലയാളീസ് ഒന്നും അല്ല അതൊന്നും ഇട്ടേക്കുന്നത്. ഇത് ഇപ്പോൾ കൂടിപ്പോയാൽ നമുക്കൊരു 3 ആഴ്ചയെങ്കിലും വേണം നമുക്കൊരു ബാഗ് തീരാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം റേറ്റാണ് നമ്മൾ കൂട്ടി പറയുന്നത്. ഫിക്സഡ് റേറ്റൊന്നും ഇതിനൊന്നുമില്ല. ഒരു മോഹ വിലയാണ്. ചിലപ്പോൾ ഞാൻ ഈ ക്രിസ്റ്റലാണ് ഇട്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും ഭംഗിയുള്ള റെയിൻബോ ക്രിസ്റ്റലായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വില പറയത്തില്ല. അതിൻ്റെ നല്ല റേറ്റ് നമ്മൾ പറയും. ഭംഗിക്കാണ് നമ്മൾ കാശ് പറയുന്നത്.
ഞാൻ ഗ്യാരണ്ടി പറയും, ഇതൊന്നും ഒരിക്കലും അഴിഞ്ഞു പോലും പോവില്ല. അത്ര ക്രോസിങ് നമ്മൾ ചെയ്താണ് ഈ ബാഗിനെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വാഷബിളാണ് ഇതിപ്പോൾ എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്തെടുക്കാം. നല്ല ഷാമ്പു പോലുള്ള സംഭവത്തിലിട്ട് മുക്കിയിട്ടിട്ട് ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങും. അപ്പോൾ ഒന്നും കൂടി ഷൈനിങ് ആവും നമ്മുടെ ക്രിസ്റ്റൽസ് എല്ലാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ പേള് പോലുള്ള സംഭവത്തിൽ സ്റ്റീലിൻ്റെ ബോൾ അങ്ങനെയൊക്കെയാണ്. അതെല്ലാം നല്ല രസമുള്ള സംഭവങ്ങളാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. തോലുരിയെന്നൊന്നുമല്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങളുടെ തോലൊക്കെ ഉരിഞ്ഞു പോയിട്ട് പിന്നെ എന്താ ഫലം? നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി പറഞ്ഞതിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനൊക്കെ ഓരോ സാധനങ്ങൾ നോക്കിക്കണ്ടാണ് എല്ലാം എടുത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വയറാണേലും ശരി, ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വയറ് പറഞ്ഞു തരുമോ, ഇതിന് എത്ര സൈസ് വേണം? ഞാനെന്തിനാ പറഞ്ഞു തരുന്നത്? ഞാൻ കഷ്ടപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. നിങ്ങൾ കഷ്ടപ്പെട്ട് നോക്കൂ, ഓരോ സൈസിന് ഏതായത് വയറാണ് കയറി പോകുന്നതെന്നുള്ളത്. അവനോ തന്നെ ശ്രമിച്ചിട്ടാണ് വയർ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഇവിടെ 0 തൊട്ട് 100 വരെയുള്ള വയറിൽ ഞാൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഓരോന്നും വയറിന് ഞാൻ ഓരോ ബാഗ് തയ്യാറാക്കിയെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അല്ല ചുമ്മാ ഒന്നുമല്ല. ചിലർക്ക് ഇച്ചിരി ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് അഴിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എത്രയോ തവണ അഴിച്ചിട്ടുണ്ട്. അറ്റം വരെ വന്നിട്ട് എനിക്ക് മിസ്റ്റേക്ക് തോന്നിയത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്നേന്ന് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക്, അതുകൊണ്ടാണ് നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരാൾ പഠിപ്പിച്ചു എന്ന് വെച്ച് ആ പോയിൻ്റ് മാത്രമല്ല നമ്മൾ നോക്കി പോകേണ്ടത്. അതിനെ കവർ ചെയ്ത് അതിനേക്കാൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ തരുന്ന ബീഡ്സ് ആയാലും ശരി, അതിൻ്റെ മെറ്റീരിയൽസ് ആയാലും ശരി, അതിനൊക്കെ ഞാൻ ഒരു നോർമൽ റേറ്റിലാണ് ഞാൻ പോയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ മനസ്സിലാവും എത്ര റേറ്റാണ്. പിന്നെ നിങ്ങളൊക്കെ ഓൺലൈൻ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി എത്രയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കൈ വന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ടോ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതെല്ലാം നോക്കി കണ്ടാണ് ഓരോ സാധനങ്ങളും എത്തിക്കുന്നത്. അപ്പം എൻ്റെ ഇവിടെ തന്നെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് വേസ്റ്റായിട്ട്. കാരണം ഞാൻ അതറിയാത്ത ചില ബീഡ്സ് എനിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബീഡ്സിൻ്റെ ക്വാളിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ബീഡ്സ് നമ്മുടെ കൈകളിൽ എത്തിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഫാൾട്ട് അറിയാൻ പറ്റുന്നത്. അങ്ങനെ എനിക്ക് കുറച്ച് ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പേളും ഈ സ്റ്റീൽ ബോളും ഇപ്പോഴും ഞാൻ സെലക്ട് ചെയ്യുന്നത്. കാരണം അത് അവർക്ക് യാതൊരു കുഴപ്പവും പറ്റുന്നില്ല. പക്ഷേ അത് ഗോൾഡൻ ബീഡ്സ് എന്നെ ചതിച്ചു. ആ ഗോൾഡൻ ബീഡ്സ് ചതിച്ചു എന്ന് വെച്ച് ഞാൻ ആരുടെ തലയിൽ അത് അടിച്ചേൽപ്പിക്കില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിക്കുന്നുണ്ട്. പിന്നെ 1500 രൂപ ഞാനിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് അടക്കം ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടിയ റേറ്റിനുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതിൻ്റെ റേറ്റിനെ പറ്റി പ്രവചിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഞാനിപ്പോൾ 6000 അല്ലെങ്കിൽ 7000 8000 രൂപ ഒരു ബാഗിന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിനേക്കാളും ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും ഇടുന്നത്. അപ്പം റേറ്റ് മാറും. മനസ്സിലായോ? അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മറ്റേ ബാഗ് അത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് വേറെ മോഡൽസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചാടിക്കറി ഇത് ചെയ്യാൻ കഴിവുള്ളവർക്ക് ചെയ്യാം, അത് ഞാൻ പറയുന്നില്ല. കഴിവില്ലെന്ന് പറയുന്നില്ല, കഴിവുള്ള കുട്ടികളുണ്ട്. മനസ്സിലായോ? പിന്നെ ഇത് ഏത് സംഭവമായാലും നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് വേണം എന്ന് വെച്ച് പഠിക്കുന്ന ആർക്കും ഈ ബാഗുകൾ ഉണ്ടാക്കി സ്വന്തം ആവശ്യത്തിന് ഒന്നല്ലെങ്കിൽ സെയിൽ ചെയ്തില്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മുടെ സ്വന്തം ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇട്ടുകൊണ്ട് പോയിക്കൂടെ? ഞാനതൊക്കെയാണ് നോക്കുന്നത്. ആവശ്യമുള്ളവർ അപ്പോഴും കോൺടാക്ട് ചെയ്ത് ആ വില ഇത്രയാണ്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. എനിക്കിപ്പോൾ ഇത് ചീഞ്ഞു പോകുന്നൊന്നും അല്ലല്ലോ. എൻ്റെ സ്വന്തം ആവശ്യത്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ ഇവിടെ പഠിക്കാനും വരുന്നത്. അതുപോലെ തന്നെയാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ എൻ്റെ അടുത്ത് വരാവൂ. ഇപ്പോൾ ഒരു ഗുരു ഉണ്ടെങ്കിൽ ഏറ്റവും ഗുണമാണ്. ആ ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് പല കാര്യങ്ങളും ബാഗിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. മറ്റേ ഗുരു ഒന്നുമില്ലാതാണ് ഞാൻ ഇതുവരെ എടുത്തത്. എനിക്ക് ആരോടും ചോദിക്കാൻ നിവർത്തിയില്ല. മനസ്സിലായോ? പക്ഷേ ഇപ്പം എന്നോട് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ബാഗുകൾ ഉണ്ടാക്കി തഴമ്പായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയത്, വരാൻ പോകുന്നത്, പഠിപ്പിച്ചു തരുന്നത്. കഴിവുണ്ടായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഉത്തരം തരാൻ നമുക്ക് ഉണ്ടാകണം. അല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയിട്ട് ഉടനെ നിങ്ങളും ഒരു ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ഉത്തരം കാണില്ല. എന്തുകൊണ്ട്? ഞാൻ പഠിപ്പിച്ചതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പല ഫാൾട്ടും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ ഫാൾട്ട് ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരു കുട്ടി ചോദിക്കുകയാണെങ്കിൽ എനിക്കത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ അത്ര ഇതിനകത്ത് അഗ്രഗണ്യായിരിക്കണം, അതായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പലരും എൻ്റെ ഈ കോഴ്സിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, പലരും പലതും പഠിച്ചിട്ട് ഒട്ടനെ മാറി ക്ലാസ് ഇട്ട് തുടങ്ങുന്നുണ്ട്. ഈ ക്ലാസ് ഇട്ട് തുടങ്ങുന്ന വ്യക്തികൾക്ക് എന്താണ്, ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ടീച്ചിങ് ആയാലും നമ്മുടെ സാർമാരായാലും ശരി, അവരത്രയും പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ.
ഒരു ഡോക്ടർക്കായാലും ഒരു നല്ലൊരു മരുന്ന് അല്ലെങ്കിൽ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഡോക്ടർ ഇങ്ങനെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ തപ്പുന്നതിനേക്കാളും നല്ല അയാൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏത് കോഴ്സായാലും ശരി മനസ്സോടുകൂടി വന്ന് പഠിക്കുക. മനസ്സിലായോ? അപ്പം ഇതൊന്നും വലിയ ഫീസല്ല. കാര്യം വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽസിൻ്റെ കാശും എൻ്റെ ഫീസും മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് സ്വന്തമായിട്ട് എത്തുകയാണെന്നുള്ള ആദ്യം മനസ്സ് വെക്കണം. അല്ലാതെ ഫീസ് കേട്ട് നിങ്ങൾ ഞെട്ടിത്തരിച്ച് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു ഇപ്പം 25,000 രൂപ ഈ ഒരു കോഴ്സിനെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത് പഠിക്കും. കാര്യം വെച്ചാൽ അതെൻ്റെ ആവശ്യമാണ്. ഇത് വെച്ച് അവർ പഠിപ്പിക്കുന്ന മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ ഉണ്ടാക്കുന്നുള്ളതായിരിക്കും. അങ്ങനെ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഈ കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം സമീപിക്കുക. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. 15-ാം തീയതിക്കകത്ത് നമ്മുടെ അഡ്മിഷൻ ഇവിടെ തീർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മോളുടെ വിവാഹം ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജൂലൈ തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ച് ക്ലാസ് ഞാൻ ഫിനിഷ് ചെയ്ത് തരും. എനിക്ക് മേലെ വേണം നിങ്ങൾ ഓരോ സ്റ്റുഡൻസും ഉയർന്നു വരാനായിട്ട്. അതിലാണ് ഞാൻ ഹാപ്പി കണ്ടെത്തുന്നത്. സന്തോഷവതിയാണ്. നിങ്ങളുടെ സംശയം എന്താണെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ആ സംശയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അതെനിക്കറിയാം നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അടുത്ത പോയിൻ്റ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടറിഞ്ഞിരുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അപ്പോൾ കൂടുതൽ വർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റും. അപ്പോൾ ഓൺലൈനിലുള്ളവരും വിഷമിക്കേണ്ട, അവർക്ക് അവരുടേതായ രീതിയിൽ ഞാൻ ക്ലാസ് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.